കന്നി കിരീടം നേടിയതിന്റെ വിജയാഘോഷം ദുരന്തമായി മാറിയതിൽ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. പോലീസ് നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് പരിപാടി സംഘടിപ്പിച്ചതാണ് ദുരന്തമുണ്ടാവാൻ കാരണം. ഫൈനലിന് തൊട്ടടുത്ത ദിവസം വിജയാഘോഷ പരിപാടി നടത്തുമ്പോൾ ആളുകൾ കൂടുതലെത്താനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികൾ ഞായറാഴ്ചത്തേക്ക് മാറ്റണമെന്ന് നിർദ്ദേശം നൽകി. എന്നാൽ വിദേശ താരങ്ങൾക്ക് മടങ്ങേണ്ടതിനാൽ അത് സാധ്യമല്ല എന്ന നിലപാടിലായിരുന്നു RCB. സർക്കാർ തലത്തിൽ ഉൾപ്പെടെ സമ്മർദ്ദം ശക്തമാക്കിയാണ് ഇന്നലെ പരിപാടി സംഘടിപ്പിച്ചത്. വിജയാഘോഷ റാലിയുണ്ടെന്നും അത് വിജയമാക്കാൻ ആരാധകർ പരമാവധി എത്തണമെന്നുമുള്ള RCB മാനേജ്മെന്റിന്റെ ആഹ്വാനം കൂടിയായപ്പോൾ ആളുകൾ ഒഴുകിയെത്തി. 35,000 ആളുകളെ മാത്രം ഉൾക്കൊള്ളുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് 2 ലക്ഷത്തിലധികം ആളുകൾ. ഇതോടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പാളി. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന് ആരാധകർ ഇരച്ചു കയറിയതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് DGP നൽകിയ റിപ്പോർട്ട്. പോലീസ് വിലക്കിയിട്ടും വിക്ടറി പരേഡ് നടത്തുമെന്ന് RCB സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് ആളെ കൂട്ടിയതിനെക്കുറിച്ച് സർക്കാർ മൗനത്തിലാണ്. അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. Let the inquiry report come to government, and if there are any lapses, definitely they will point out the lapses, right? And whoever is responsible for those lapses definitely will initiate action. സർക്കാർ പ്രഖ്യാപിച്ച മജിസ്ട്രേറ്റ് തല അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പരിപാടിയുടെ സംഘാടകർക്കും ദുരന്തത്തിനിരയായവർക്കും നോട്ടീസ് നൽകി വിളിപ്പിക്കും. ദുരന്തം നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോൾ RCB മാനേജ്മെന്റും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും സർക്കാരും ഒരുപോലെ പ്രതിക്കൂട്ടിലാണ്. നിയന്ത്രണങ്ങളില്ലാതെ പരിപാടി നടത്തണമെന്ന സമ്മർദ്ദമുണ്ടായി എന്നതിൽ തർക്കമില്ല. പക്ഷേ ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള പദ്ധതി പാളിയതെങ്ങനെ എന്നതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. ബംഗളൂരുവിൽ നിന്നും വിനോദ് മുറാഴയ്ക്കൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.